വിവിധ ആവശ്യങ്ങൾ ഉയർത്തി സ്വകാര്യ ബസ് തൊഴിലാളികൾ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CITU ജില്ലാ സെക്രട്ടറി VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമനിധി നിയമങ്ങളിലെ അപാകത പരിഹരിക്കുക, തൊഴിലാളികളുടെ അവകാശങ്ങൾ പൂർണ്ണമായും അനുവദിക്കുക, നിലവിലുള്ള അവകാശങ്ങൾ കൃത്യമായി തൊഴിലാളികൾക്ക് നൽകുന്ന കാര്യത്തിൽ ചീഫ് ഓഫീസറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാസ്ഥ അവസാനിപ്പിക്കുക, ക്ഷേമനിധി വിഹിതം ഒടുക്കാത്ത ഉടമകളുടെ വാഹനങ്ങളുടെ നികുതി സ്വീകരിക്കുന്നത് നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മോട്ടോർ തൊഴിലാളികൾ കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നിവേദന സമർപ്പണവും നടത്തിയത്. 10 വർഷം സർവീസ് പൂർത്തിയാക്കുന്ന അംഗങ്ങൾക്ക് 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ പെൻഷൻ അനുവദിക്കുക, തൊഴിലാളികളുടെ അല്ലാത്ത കാരണത്താൽ സർവീസ് പൂർത്തിയാക്കാൻ കഴിയാത്ത തൊഴിലാളികൾക്ക് വിഹിതം അടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. CITU ജില്ലാ സെക്രട്ടറി VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ആ ക്ഷേമനിധി ഓഫീസിന്റെ തലപ്പത്തൊക്കെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ വാങ്ങിയിട്ടാണ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ അതിന് ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന മാനേജർമാരും കമ്മീഷണർമാരൊക്കെ വന്നിരിക്കുന്നു. എന്നാൽ പാലം കടക്കോളം നാരായണ, പാലം കടന്ന കൂരായണ എന്ന് പറഞ്ഞ പോലെ ക്ഷേമനിധിയുടെ ബോർഡിന്റെ തലപ്പത്ത് വന്ന് അതിന്റെ ആസ്ഥാനങ്ങളിലെല്ലാം അവർ നിർവഹിക്കേണ്ട കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടി നിയമിതമായ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നേതൃത്വം കൊടുക്കേണ്ട ആ ഉദ്യോഗസ്ഥന്മാരുടെ ചില പ്രവർത്തികൾ അവർ മുതലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് പല ഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് P. അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. രാജൻ കരിച്ചേരി, പ്രശാന്ത് പയറ്റിയാൽ, ദാമോദരൻ നീലേശ്വരം, K. രാമകൃഷ്ണൻ, KM രാജീവൻ എന്നിവർ സംസാരിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം K. പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.